വിദേശത്തേക്ക് പോകാൻ കൊച്ചി വിമാനത്താവളത്തിലെത്തിയ MES ചെയർമാൻ ഫസൽ ഗഫൂറിനെ തടഞ്ഞ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. MES ട്രസ്റ്റുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളിൽ ഫസൽ ഗഫൂറിനെതിരെ അന്വേഷണം നടക്കുകയാണ്. വിദേശയാത്ര ഉള്ളതിനാൽ ഹാജരാകാൻ കഴിയില്ലെന്ന് ഇദ്ദേഹം അറിയിച്ചിരുന്നു. വിദേശയാത്രക്കായി വിമാനത്താവളത്തിലെത്തിയപ്പോൾ നോട്ടീസ് ഉണ്ടെന്ന് പറഞ്ഞ് യാത്ര തടഞ്ഞെന്നാണ് ഫസൽ ഗഫൂറിന്റെ വിശദീകരണം. CV അനുമോദ് ചേരുന്നു വിവരങ്ങളുമായി. അനുമോദ്, ഈ ട്രസ്റ്റുമായി MES ട്രസ്റ്റുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളിൽ അന്വേഷണം നടക്കുന്നുണ്ട്. അതിനിടെ ED പറയുന്നത് ഫസൽ ഗഫൂറിനെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു എന്നാണ്. ഇപ്പോൾ ഫസൽ ഗഫൂർ EDയുടെ കസ്റ്റഡിയിലാണോ? എന്താണ് ഇനി ഉണ്ടാകാൻ പോകുന്ന നടപടി? ടോം, ഫസൽ ഗഫൂർ ഇപ്പോൾ EDയുടെ കസ്റ്റഡിയിലല്ല. അദ്ദേഹത്തെ രാവിലെ തന്നെ ചോദ്യം ചെയ്യലിന് ശേഷം വിട്ടയച്ചിരുന്നത് അദ്ദേഹം കൊച്ചിയിലാണ് ഇപ്പോഴുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് അറിയാൻ കഴിഞ്ഞ കാര്യങ്ങൾ ഇപ്രകാരമാണ്. അദ്ദേഹം അടക്കമുള്ള ഒരു ട്രസ്റ്റ്, ഫെയർ ഡീൽ ട്രസ്റ്റ് എന്ന ഒരു ട്രസ്റ്റ് രൂപീകരിച്ചിരുന്നു. കോഴിക്കോട് ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രി നിർമ്മിക്കുന്നതിന് വേണ്ടി അവർ പണം സ്വരൂപിച്ചിരുന്നു. അങ്ങനെ പണം സ്വരൂപിച്ചെങ്കിലും 5 ഏക്കർ ഭൂമി ഇതിനുവേണ്ടി വാങ്ങിച്ചിരുന്നെങ്കിലും ആ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രി യാഥാർത്ഥ്യമായില്ല. പക്ഷേ അതിൽ പണം മുടക്കിയ 2 പേർ അവർ ഇക്കാര്യത്തിൽ പോലീസിൽ പരാതി നൽകി. പക്ഷേ അവരുടെ പരാതിയിൽ പോലീസിൽ നിന്ന് നീതി ലഭിച്ചില്ല എന്നാണ് അവർ പറയുന്നത്. തുടർന്ന് അവർ ഹൈക്കോടതിക്കും ഒപ്പം EDക്കും പരാതി നൽകി. അങ്ങനെയാണ് ഈ ഒരു കേസ് EDയുടെ അന്വേഷണം വരുന്നത്. MES ട്രസ്റ്റിൻ്റെ പണം ഇതിലേക്ക് മാറ്റിയെന്ന ഒരു ആരോപണം MESലെ ചില ഭാരവാഹികൾ മുൻപ് ഫസൽ ഗഫൂറിനെതിരെ ഉന്നയിച്ചതും കൂടി ഇതിൽ ഒപ്പം ചേർത്ത് പറയണം. അങ്ങനെ ED അന്വേഷിക്കുന്നതിൻ്റെ ഭാഗമായി, EDയുടെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഫസൽ ഗഫൂറിനെ വിളിപ്പിച്ചിരുന്നു. ഫസൽ ഗഫൂറിനോട് പിന്നീട് ചോദ്യം ചെയ്യലിന് ഹാജരാകാനും നിർദ്ദേശം നൽകിയിരുന്നു. പക്ഷേ മുൻകൂട്ടി തീരുമാനിച്ച വിദേശയാത്ര ഉള്ളതിനാൽ ഹാജരാകാൻ കഴിയില്ല എന്നൊരു നിലപാട് അദ്ദേഹം സ്വീകരിച്ചു. തുടർന്ന് ED അദ്ദേഹത്തിന് ട്രാവൽ ബാൻ ഏർപ്പെടുത്തിയിരുന്നു, യാത്രാ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. അദ്ദേഹം പറയുന്നത്, അദ്ദേഹത്തിന് ഓഫീസ് പറയുന്നത് അത്തരത്തിലൊരു യാത്രാ വിലക്കുള്ളതായിട്ട് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു എന്നാണ്. അങ്ങനെ ഓസ്ട്രേലിയയിലേക്ക് പോകുവാൻ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയ അദ്ദേഹത്തെ യാത്രയിൽ നിന്ന് ED സംഘം വിലക്കുകയും അദ്ദേഹത്തെ ഓഫീസിലേക്ക് കൊണ്ടുപോവുകയും ചോദ്യം ചെയ്യുകയും ചെയ്തു. എന്നാണെങ്കിൽ അദ്ദേഹത്തെ വിട്ടയച്ചിട്ടുണ്ട്. അടുത്ത ദിവസം വീണ്ടും ഹാജരാകേണ്ടി വരുമെന്നും അപ്പോൾ കൂടുതൽ വിശദമായ രേഖകളും മറ്റും നൽകേണ്ടി വരുമെന്നും ED അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹം അത്തരം കാര്യങ്ങൾ ചെയ്യുമെന്നാണ് അദ്ദേഹത്തിൻ്റെ ഓഫീസും അറിയിച്ചിട്ടുള്ളത്. വ്യക്തമാണ്. CV അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. വിദേശത്തേക്ക് പോകാൻ കൊച്ചി വിമാനത്താവളത്തിലെത്തിയ MES ചെയർമാൻ ഫസൽ ഗഫൂറിനെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തടഞ്ഞത്. ലുക്കൌട്ട് നോട്ടീസ് ഉണ്ടെന്നായിരുന്നു വിശദീകരണം. സ്പോട്ട് ലൈവ് പൂർണ്ണമാവുന്നു.